ഇത് ഭൂട്ടാൻ്റെ ഗേറ്റാണ്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളിത് കൊടുത്ത് ഇവിടുന്ന് ഇവർ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് വേണം അപ്പുറത്തുനിന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പാസ് എടുക്കണം. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവിടെ ചോദിക്കണം. ഇന്ത്യൻ ബോർഡറിൽ നമ്മുടെ ഐ ഒക്കെ കാണിച്ചു. ഇനിയിപ്പം ഭൂട്ടാൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റിലേക്ക് ബോർഡർ ഓഫീസുണ്ട് അപ്പുറേ. ഭൂട്ടാനിലെ സ്ഥലപ്പേരാണ് ഈ ഗലേപ്പു എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ സ്ഥലം ഹത്തിസാർ. അപ്പോൾ ഇതിലെ കയറി അങ്ങോട്ട് ഭൂട്ടാൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന ഭൂട്ടാനിലാണ് കേട്ടോ. ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വണ്ടികളത്. ഇതേ കൊള്ളാം അല്ലേ, നല്ലൊരു. അതെ, അപ്പോൾ ഇതാണ് ഭൂട്ടാൻ്റെ എൻട്രി ടെർമിനൽ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ടോക്കൺ എടുക്കണം. നമുക്ക് ഭൂട്ടാനകത്ത് ഒരു 9 കിലോമീറ്റർ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കയറിപ്പോവാം. അപ്പോൾ ഇവിടെ വന്ന് ആധാർ കാർഡോ ഒക്കെ കാണിച്ച് ഇവിടുന്ന് ഒരു ടോക്കൺ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ 9 കിലോമീറ്റർ പോയിട്ട് തിരിച്ചിറങ്ങിപ്പോരാം. ഇനി അതല്ല, നമ്മൾ ഭൂട്ടാനകത്ത് കൂടുതൽ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് കിട്ടത്തില്ല. ഇവിടുന്നല്ല അതിൻ്റെ ഇമിഗ്രേഷൻ ഓഫീസുണ്ട് അപ്പുറേ. ഇമിഗ്രേഷനിൽ ചെന്നിട്ട് അവിടെ ചോദിച്ചാലേ അറിയത്തുള്ളൂ കറക്റ്റ് കാര്യം, നമ്മുടെ വണ്ടി കൊണ്ട് വരുമ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മുത്തം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഈ 9 കിലോമീറ്റർ പോയ ഉടനെ തിരിച്ചു വരണം. അപ്പോൾ ഞങ്ങൾ ഇന്നാളൊന്ന് പോയാൽ 9 കിലോമീറ്റർ അകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ഈ ഗലേപ്പ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. കുറേ കടയും ചെറിയ മാർക്കറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് അന്നേരം തന്നെ തിരിച്ച് ഇറങ്ങിപ്പോരണം. പോരണം. ഇറങ്ങാൻ പറ്റില്ല. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിനപ്പുറത്തോട്ട് വിടത്തില്ല അവർ. അവിടെ ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിനപ്പുറത്തോട്ട് വിടത്തില്ല. ഈ വണ്ടി കൊണ്ടൊക്കെ കയറി പോകണമെങ്കിൽ ഇവിടെ ഇതിന് വണ്ടിക്കൊരു എമൗണ്ടും അങ്ങനെയൊക്കെ എന്തോ ഉണ്ട്. അത് ഞാൻ ഇപ്പം മറന്നുപോയി. അപ്പോൾ അത് ചോദിച്ചിട്ട് വരുമ്പോൾ അറിയാം. മുത്ത് ചോദിച്ചിട്ട് വരുമ്പോൾ അറിയാം. അതെ, മുത്ത് വരുന്നുണ്ട്. ഇവിടുന്ന് ടൂറിസ്റ്റ് ഇമിഗ്രേഷൻ ഓഫീസിൽ ഞാൻ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നേ വോട്ടർ ഐ ഡി വേണം, ഇല്ലേ പാസ്പോർട്ട് വേണം. ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആധാർ കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇല്ല. പിന്നെ പിള്ളേരിപ്പം 6 വയസ്സിൽ താഴെ ആയതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതും ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ലാംഗ്വേജ് ഇപ്പം മലയാളത്തിൽ എഴുതിയെങ്കിൽ അത് പറ്റത്തില്ല. അത് ഇംഗ്ലീഷിലോട്ട് എഴുതി തന്നെ വേണം. അതും വേണം. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വണ്ടി എടുക്കുന്നതുകൊണ്ട് വണ്ടിക്ക് ഒരു ദിവസം 4500 രൂപ ഓരോ ദിവസം വെച്ചാവും. പിന്നെ ഗൈഡ് വേണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ഗൈഡ് ഇല്ലാണ്ട് വിടത്തില്ല. ഗൈഡ് വേണമെന്ന് നിർബന്ധം ഇപ്പോഴും അതെ. ഗൈഡിന് ഒരു ദിവസം ഗൈഡിന്റെ ചാർജ് 3000 രൂപ. അപ്പോൾ 4500 രൂപ വണ്ടിക്കും. ഇന്നാളും അങ്ങനെ ആയിരുന്നു. ഞാൻ ഓർത്ത് മാറിയെന്ന് ഓർത്ത്. ഇല്ല 4500 രൂപ വണ്ടിക്കും ഗൈഡിന് 3000 രൂപയും. പിന്നെ നമുക്ക് ഒരാൾക്കുണ്ടല്ലോ, ഒരാൾക്ക് 1200 രൂപ വെച്ചാവും. അത് പിന്നെ 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഒരു ദിവസം 600 രൂപ. 6 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീയാ. നല്ലൊരു പൈസയാവും. നല്ല പൈസയാവും ഭൂട്ടാൻ ഇറങ്ങണമെങ്കിൽ. ഒരു ദിവസത്തേക്ക് തന്നെ നല്ല ചിലവും. 4500 രൂപ വണ്ടിക്ക്, 3000 രൂപ ഗൈഡിന്, ഒരാൾക്ക് 1200, പിള്ളേർ ഒരാൾക്ക് 600. ഇപ്പൊ നമുക്ക് ഈ 9 കിലോമീറ്റർ അകത്തോട്ട് പോകാൻ പറ്റും. അതിന് പൈസ ഒന്നുമില്ല. ഇല്ല, അതിന് പൈസ ഒന്നുമില്ല. 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചിറങ്ങിയാൽ മതി. സമയം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നാളത്തേക്ക് ഇറങ്ങിയാലും മതി. അത് പറ്റില്ല. ആധാർ കാർഡ് മതി. നാളത്തേക്ക് ഇറങ്ങാൻ അവിടെ ഒന്നും താമസ സൗകര്യം ഇല്ല. ഇല്ലില്ല, ഒന്നുമില്ല. 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചിറങ്ങി. അത്രേ ഉള്ളൂ. ഗൈഡും ഒന്നും വേണ്ട, വണ്ടിക്കും ചാർജ് ഇല്ല. എന്നാ പിന്നെ അങ്ങനെ പോകാന്നാ. ഇപ്പൊ അതല്ലേ നടക്കുള്ളൂ. ആധാർ കാർഡ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ആധാർ കാർഡും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസും, ഓടിക്കുന്ന ആളുടെ ഡ്രൈവിംഗ് ലൈസൻസും RCയും കാണിച്ച് ഇവിടുന്ന് ടോക്കൺ തരും. അപ്പം നമുക്ക് ടോക്കൺ കിട്ടി. ഇനിയിപ്പം ഇതുമായിട്ട് പോവാം. ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ബാക്കി എല്ലാവരുടെ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. UPI പറ്റുമെന്ന് തോന്നുന്നു. ഗൂഗിൾ പേ ഒക്കെ പറ്റുമെന്ന് തോന്നുന്നില്ലേ ഭൂട്ടാന്? അതല്ലേ നൗ അക്സെപ്റ്റഡ് ഇൻ ഭൂട്ടാൻ. അപ്പോൾ അതേ മുത്ത് വണ്ടി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കാരവൻ നമ്മുടെ അടുത്ത രാജ്യത്തേക്ക് കയറാൻ പോവാണ്. കാരവൻ ആദ്യമായിട്ട് അടുത്ത രാജ്യത്തേക്ക് പോവാ. അതെ, ഇന്ത്യയിൽ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത രാജ്യത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതെ ഭൂട്ടാനിലേക്ക് ടയർ കുത്തി. ടോക്കൺ അവിടെ കാണിക്കണം അല്ലേ? കാണിക്കണം. അപ്പോൾ അതിലെയാണ് വണ്ടികളെല്ലാം അതിലേ പോകുന്നത്. ഈ ഗേറ്റ് കണ്ടോ? അതിഗംഭീരമായിട്ടുള്ളൊരു ഗേറ്റാണിത്. ബാക്കിയുള്ളവർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കയറിയേക്കാം. അവർ വായിക്കുന്നുണ്ട് കേട്ടോ. വുമൺ ഓൺ വീൽസ് എന്നൊക്കെ, എക്സ്പ്ലോറിങ് ഇന്ത്യ എന്നൊക്കെ വായിക്കുന്നുണ്ട് പോലീസുകാർ. അതെ, എല്ലാവരും ഭൂട്ടാനിൽ കാല് കുത്തിയാക്കിയാലും കാല് കുത്താൻ പണി നടക്കുകയല്ലേ. തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്ന പോലെ. ഇങ്ങോട്ട് നോക്കി. ഇതെവിടുത്തെ ടാക്സി സ്റ്റാൻഡ് കേട്ടോ. ഇതെല്ലാം ഡ്രൈവർമാരും ഗൈഡും ഒക്കെയാണ്. എന്താ ഇവിടെ വേണേൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വണ്ടിയെ വേണേൽ കൊണ്ട സ്ഥലങ്ങളൊക്കെ കാണിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഗൈഡായിട്ട് വേണേൽ കൂടെ വരികയും ചെയ്യും. ഇവിടുത്തെ ടാക്സി വണ്ടിയുടെ എല്ലാം മഞ്ഞാൽ ബ്ലാക്ക് തന്നെയാണ് നമ്പർ. അങ്ങോട്ട് വരുന്നത് ലോറിയുടെയൊക്കെ പക്ഷേ റെഡിൽ മഞ്ഞ കൊണ്ടാണ് എഴുതിയേക്കുന്നത്. ഇതുണ്ടോ, ഇതെല്ലാം മഞ്ഞ ബ്ലാക്കാണ്.
അവിടുന്ന് നമ്മളൊരു ഗൈഡിനെ കൂട്ടിയിട്ടുണ്ട്. അവര് ടാക്സി ഡ്രൈവർമാരാ. ഒരാളെ ചുമ്മാ കൂടെ വരാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞേ ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് വരാന്ന് പറഞ്ഞു. എന്നാന്നറിയോ, ലേഡി ഓടിക്കുന്നതുകൊണ്ട് പേടിയാന്ന്, വഴിയൊക്കെ മോശമാന്ന്. ഇവിടെ 40 കിലോമീറ്റർ സ്പീഡെന്നാണ് പറഞ്ഞത്. പക്ഷെ വരുന്ന വണ്ടികൾ അതിൽ കൂടുതൽ സ്പീഡിലാണ് വരുന്നത്. പുള്ളി പേടിച്ചിട്ട് പറയുന്നതായിരിക്കും ലേഡി ഓടിക്കുന്നതുകൊണ്ട്. അതെ അതെ. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളി ടാക്സി കുത്തിക്ക കടിയൊക്കെ ആക്കുക. ഓക്കെ. ഇവിടെ വണ്ടിയുണ്ട്. നമ്മൾ വണ്ടി ഇല്ലാതെ വരുന്നെങ്കിൽ ഇവരുടെ വണ്ടിയിൽ നമ്മൾ ഇവിടെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ മൊണാസ്ട്രി ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. അത് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, നല്ല രസമല്ലേ. ഭൂട്ടാൻ ആഗ്രോ ഗലേപ്പു എന്ന് പറഞ്ഞ സ്ഥലമായി കാണുന്നത് കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കയറാം. അവിടെ കുറെ കടകളും ചെറിയൊരു മാർക്കറ്റും ഒക്കെ ഉണ്ട്. ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഡീസൽ പ്രൈസ് കൂടി. ആ യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് 98 ഡീസൽ വില. പെട്രോളിന് 101 രൂപയോ. നേരത്തെ 76 രൂപയുള്ളായിരുന്നു. നമ്മളന്ന് വന്ന് അടിച്ചാലേ. അതെ. പിന്നെ ലോറികളൊക്കെ ഇവിടുന്ന് ലോഡ് കയറ്റാൻ വരുന്നുണ്ട്. അന്നേരം ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കി പോവുക ചെയ്യുന്നത്. 76 രൂപ 77 രൂപ ഉള്ളായിരുന്നു. നമ്മളന്ന് വന്നപ്പോൾ 2 വണ്ടി ഇവിടുന്നല്ലേ ലോഡ് കയറ്റിയത്. അതെ അതെ. ഇതെല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണെന്ന് തോന്നുന്നു ഈ കാണുന്നതൊക്കെ. ഇത് കണ്ടു കഴിഞ്ഞാൽ വനമാണെന്ന് തോന്നും. പക്ഷെ വനമല്ല. ഇവിടെ പുതിയ പാർക്ക് വരുന്നുണ്ടെന്നാ പുള്ളി പറഞ്ഞത്. തേക്കുമരം എല്ലാം തേക്കുമരം. 3-4 വർഷം കഴിഞ്ഞ് വന്നാൽ ഇവിടെ എല്ലാം നല്ല അടിപൊളിയാവുമെന്നാണ് പറഞ്ഞു. ഇവിടെ എന്തൊക്കെ വലിയ പരിപാടികൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞു. വെൽക്കം ടു ഗലേഫു ജോങ്. പെൽറിത്താങ്, ഹോട്ട് സ്പ്രിങ്, ജിങ് മെച്ലിങ്, റൈത്താങ്. ലോഡ് ലിമിറ്റ് 70 മെട്രിക് ടൺ, സ്പീഡ് ലിമിറ്റ് 40. ഇതൊരു നദിയാണ് കേട്ടോ. ഇത് പക്ഷേ വെള്ളമില്ല. മഴക്കാലം തുടങ്ങിയേ ഉള്ളൂ. ഒരു മാസത്തോടെ കഴിയുകയാണെങ്കിൽ നല്ല അടിപൊളി വെള്ളമായിരിക്കും. ഇതുണ്ട്, ഇതൊരു നദിയാണ്. ഇത് ചപ്പാത്ത. ഇതാ ഞാൻ പറഞ്ഞ ചപ്പാത്ത് എന്ന് പറഞ്ഞ കേട്ടോ. ഇപ്പൊ നമ്മൾ കിടന്ന ചപ്പാത്ത. നിങ്ങൾക്ക് ബ്ലോക്ക് ആവും. അതിലെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വരണം നമ്മൾ. ഭൂട്ടാൻ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം കണ്ടോ വേറൊരു സ്റ്റൈലിലെ. ഹോസ്റ്റലാ ഇതില്, ഗേൾസ് ഹോസ്റ്റൽ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരേ സ്റ്റൈലാ. പശുവും വ്യത്യാസം ഉണ്ടല്ലോ. വേറൊരു ഇനമാണുള്ളത് അല്ലേ? എനിക്കറിയില്ലായിരിക്കാം. ഇതിവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളാ. ലോസൽ ഗ്യാറ്റ്ഷോ അക്കാഡമി. ഇത് വായിക്കണമെങ്കിൽ ഇപ്പൊ മേഖലയിൽ പോയാലും കഷ്ടം. അതെ അതെ. ആ മരത്തിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നല്ലൊരു സ്തൂപം. ഇവിടെ മൊത്തം വനമാന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. ഇവിടുത്തെ മരങ്ങൾ കണ്ടോ, എന്നാ വലിയ മരങ്ങളാ. ഇതൊക്കെ കടയാ കേട്ടോ ഇവിടുത്തെ. കടയും വീടും ഒക്കെ. അത് ഇവിടെ ഇതേ കമുക് ഉണ്ട്. ഇതുവരെ നദിയിലൊന്നും വെള്ളമില്ല. ഇനിയിപ്പം മഴ പെയ്ത് 2-3 മാസം കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളപ്പൊക്കമായിരിക്കും. നല്ല ക്ലൈമറ്റ്, നല്ല കോടമഞ്ഞൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്ലൈമറ്റ്. മഞ്ഞും തണുപ്പും. ഇവിടുന്ന് ഇച്ചിരി വഴി മോശമാണ്. ഇറങ്ങിയൊക്കെ പോയി കിടക്കുക. വീതിയും കുറഞ്ഞു. മഞ്ഞ് മാത്രമല്ല, അതുകൊണ്ട് മലനിരകളൊന്നും കാണത്തില്ല. ഇത് ടാറിങ് എല്ലാം പോയല്ലോ. ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ വഴി മോശമായിട്ട് കിടക്കുക. ഇവിടെ നിർത്തിക്കൂടാ. വരുന്ന വണ്ടി അങ്ങ് പോട്ടെ. മോളിൽ നിന്ന് വെള്ളം വരുന്നതാ. ഇതിലെ തന്നെ റോഡിൽ കൂടെ തന്നെ ഒഴുകിയാ പോകുന്നത്. അവിടേക്ക് വെള്ളം വരുമ്പം വണ്ടി പോകത്തില്ലെന്നാ പറഞ്ഞത്. ബ്ലോക്ക് ആവും. അതിനൊക്കെ എന്തായാലും ഒരു പരിഹാരം കാണണ്ടേ അല്ലേ? അപ്പം 2ാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പായിരുന്നു. അതെ. വീട്ടിൽ നിന്ന് വന്നപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലോ. ഇല്ലില്ല, ഈ ട്രിപ്പിൽ ഒരു ഇന്റർനാഷണൽ ബോർഡർ പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമുക്ക് ഈ പാലത്തിന്റെ ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. ഇതിന് അക്കരയോട്ട് നമ്മളെ കയറ്റി വിടുകയല്ല. നോക്കി എന്നാ വലിയ മലകളാന്ന് നോക്കി. വെൽക്കം ടു ഷെർഷോ ഗ്യോഗ്. ഇത് കോവിഡ് സമയത്ത് വെച്ച ബോർഡ്. അതുണ്ട്, വെയർ യുവർ മാസ്ക്, വാഷ് യുവർ ഹാൻഡ്, മെയിൻറ്റെയിൻ ഫിസിക്കൽ ഡിസ്റ്റൻസ്, സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്. പേര് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ പുള്ളി പറഞ്ഞ ഇത് ഇവിടുത്തെ നാഷണൽ ഡ്രസ്സാ. അപ്പൊ ഇത് ടാക്സി ഓടിക്കുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് വേണം ഓടിക്കാൻ. ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. അങ്ങനെയാന്ന് പറഞ്ഞു. ഈ ഡ്രസ്സിന് പറയുന്നത് लेडीज पहनेगा कीरा बोलेगा. कीरा लेडीज ने कीरा इसका नेशनल ड्रेस है कीरा बोलेगा. कीरा में आएगा ओंजो तेगो बोलेगा. अलग अलग है. वो लोग वो कीरा पहनेगा, ठीक है. उसमें वो ऊपर पहनने वाला ओंजो तेगो अलग अलग. വേറെ 2 ടൈപ്പ്. അതിപ്പോ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ കാണാം. ശിശുപാനി ഗേറ്റ് എന്നാ ഇവിടെ പറയുന്നത്. हिंदू है ना, हिंदू का लैंग्वेज बोलेगा. ഹിന്ദു ലാംഗ്വേജില്. ഇവിടെ बुद्धिस्ट में शेरशोंग. ബുദ്ധിസ്റ്റിലെ ആണ് ഷെർഷോങ് എന്ന് പറയുന്നത്. ഹിന്ദു ലാംഗ്വേജ് നദി ശിശുപാനി. ഇത് ഓർത്തിരിക്കാൻ വെച്ച പാടാ കേട്ടോ. അതെ മറന്നു.
നല്ല രസമുണ്ട് ഈ പാലം കാണാൻ. പ്രാഡോ വരുന്നു, ടൊയോട്ട പ്രാഡോ. നദിയിൽ വെള്ളമൊക്കെ കുറവാണ്, ഇനിയിപ്പോൾ മഴ പെയ്ത് വെള്ളമായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ അതിൻ്റെ അളവൊക്കെ ഉണ്ട്. വെള്ളം കയറി വരുമ്പോൾ അത്രയും പേരെ വരുള്ളൂ, അതാ ബാക്കി പോയതായിരിക്കും കേട്ടോ. ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദിയായിരിക്കും ഇത്. ആ നല്ല വനമല്ലേ, നല്ല അടിപൊളി വനമാണ്. ഇവിടെ പോപ്പുലേഷൻ കുറവല്ലേ? പോപ്പുലേഷൻ കുറവാ, 7 ലക്ഷം. 7 ലക്ഷം ഉള്ളൂ. 7 ലക്ഷമാണ്. 7 ലക്ഷം ഉള്ളൂ പോപ്പുലേഷൻ ഇവിടെ. സന്തുഷ്ടരായ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്, സമാധാനപ്രിയര്. റോയൽ ഗവൺമെന്റ് ഓഫ് ഭൂട്ടാൻ. ഇതുണ്ട്, അത് റെഡില് മഞ്ഞയാണ് നമ്പർ പ്ലേറ്റ്. BG എന്നുള്ളത് ഭൂട്ടാൻ ഗവൺമെന്റിന്റെ വണ്ടിയാണ്. ഓ BP ആയ ഭൂട്ടാൻ പ്രൈവറ്റ്. BP എന്നുള്ള BT ഭൂട്ടാൻ ടാക്സി. അച്ചമ്മ ഒരു അന്യരാജ്യത്ത് കാലുകുത്തി. അതെ, ഭൂട്ടാനിൽ. ഇന്ത്യയിൽ വെളിയിലോട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ എല്ലാം കാണുന്നുണ്ട്, കുറെ സ്ഥലങ്ങൾ അറിയാലോ. അതെ അതെ, എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് വീഡിയോ കാണും, അതുകൊണ്ട് സീരിയല് കാണുന്ന പോലെ. അതെ. BP ഭൂട്ടാൻ പ്രൈവറ്റ് വണ്ടികൾ, പ്രൈവറ്റ് വണ്ടിയല്ല, സർക്കാരിൻ്റെ അല്ലാതുള്ള വണ്ടികൾ. ഒരേ സമയത്ത് ഒരു വണ്ടിയേ പോകാൻ പറ്റുള്ളൂ, അതിനുള്ള വീതിയേ ഉള്ളൂ പാലത്തിന്. ഒത്തിരി പഴയ പാലം ഇത്. BP1 ഇലക്ട്രിക് വണ്ടിയാണ്. BP1 ഇതും പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് BT ഭൂട്ടാൻ ടാക്സി. അത് മഞ്ഞാൽ ബ്ലാക്ക് കൊണ്ടാണ് വിജയിക്കുന്നത്. തിരിച്ചു പോയേക്കാം. മഴ പെയ്തപ്പോഴേ വണ്ടിയിലെ കുറച്ച് ചെളിയെല്ലാം പോയി. ചെളിയൊന്നും പോയിട്ടില്ല, വെയിൽ തെളിയുമ്പോൾ ഉണങ്ങുമ്പോൾ കണ്ടോണം. സെർഹോങ് നദി, ഷെർഷോങ്. കറക്റ്റ് 9 കിലോമീറ്റർ നമ്മൾ വന്നു ഭൂട്ടാനകത്ത്. ഓ, മഴക്കാലത്ത് ഈ നദി വിശാലമായിട്ട് ഒഴുകുമല്ലോ. ഭൂട്ടാൻ്റെ തലസ്ഥാനം തിംഫു ആണ്, തിംഫു. അതുപോലെ തന്നെ ഭൂട്ടാനിൽ ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധമത വിശ്വാസികളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളുണ്ട്, വളരെ കുറച്ച് ക്രിസ്തുമത വിശ്വാസികളുമുണ്ട്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ മനോഹരമായ ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഭൂട്ടാൻ. ഒരിക്കലും കോളനിവൽക്കരിക്കപ്പെടാത്ത ഒരു ചരിത്രമാണ് ഭൂട്ടാനുള്ളത്. ഭൂട്ടാനെ ഒരു രാജ്യവും ആക്രമിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഭൂട്ടാൻ വേറൊരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. എല്ലാവരും സമാധാനപ്രിയരാണ്. അതെ, പക്ഷേ ഭൂട്ടാൻ അവരുടെ അതിർത്തി എപ്പോഴും കാത്തു സംരക്ഷിക്കുന്നുണ്ട്. ഭൂട്ടാന്റെ ഔദ്യോഗിക ഭാഷ ജോങ്കയാണ്, പക്ഷേ ഇവിടെ മിക്കവർക്കും ഹിന്ദി അറിയാം. ഹിന്ദി എല്ലാവർക്കും തന്നെ അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരുവിധം ആൾക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞാൽ ഹിന്ദി മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷും അറിയാം. ഒരു സൈഡിൽ സിക്കിമും വെസ്റ്റ് ബംഗാളും ഉള്ളതുകൊണ്ട് നേപ്പാളുമായിട്ട് ടച്ച് ആവുന്നില്ല, ഇല്ലെങ്കിൽ അവിടെ നേപ്പാളും ഉണ്ടായിരുന്നു. ഭൂട്ടാനിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടേ ഉള്ളൂ, പാറോ ഇന്റർനാഷണൽ എയർപോർട്ട്. അത് തലസ്ഥാനത്തിനടുത്തല്ലേ? തിമ്പുവിനടുത്താ. തിമ്പുവിനടുത്താ. ലെടുക്കി ബസ് ഓടിക്കുന്ന കണ്ടിട്ട് എല്ലാവരും നോക്കുമെന്ന് ബായി പറഞ്ഞു. ഇവിടെ ലേഡീസേ വണ്ടി ഓടിക്കുന്നവർ കുറവായിരിക്കും, അതുകൊണ്ടാ. എന്നാണല്ലേ ഭൂട്ടാനുള്ളിലേക്ക് കുറെ ദൂരം ഒന്ന് പോകണം. ഭൂട്ടാൻ ഒന്ന് കറങ്ങാൻ നമുക്ക് പ്ലാൻ ചെയ്ത് വരാം. കുഞ്ഞുങ്ങളെ, ഇതാ ഞാൻ ചപ്പാത്തായിരുന്നു പറയുന്നത്. ഇതുണ്ടോ, ഇതിലെ വെള്ളം ഒഴുകുന്ന ഇതാണ് ചപ്പാത്ത് എന്ന് പറയുന്നത്. അപ്പം അതിലെ വെള്ളം ഒഴുകി ഇങ്ങനെ അങ്ങ് പോകും. അവിടെ കിടന്ന വണ്ടികളൊക്കെ ഇതിലെ ഭൂട്ടാനകത്തേക്ക് വണ്ടികളൊന്നും പോകുന്നില്ല. ഈ ബോർഡറിൽ നിന്ന് വന്ന് കല്ലും തടിയൊക്കെ കയറ്റാൻ വരുന്ന വണ്ടികളാന്നാ പുള്ളി പറഞ്ഞത്. അല്ല അകത്തേക്ക് നമ്മളെ നേപ്പാളിൽ പോയ പോലെ അങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുന്നില്ല ലോറികളൊന്നും. ഇന്ത്യ ലോറിയും കൊണ്ട് അങ്ങനെ പോകായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് വേറെ ഏതെങ്കിലും സൈഡിൽ പോകായിരിക്കും. ഭൂട്ടാന്റെ ഉള്ളിലേക്ക് ഇന്ത്യൻ ലോറികൾ അധികം ദൂരം പോകാൻ പറ്റിയല്ല. എനിക്ക് തോന്നുന്നത് 10-20 കിലോമീറ്റർ ഒക്കെ പോകാം, അതിൽ കൂടുതൽ പോകാൻ പറ്റിയല്ല. നേപ്പാളിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ നിയന്ത്രണമല്ലോ, ഉള്ളിലേക്കെല്ലാം കയറി പോകാമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റിയല്ല, കുറച്ചുകൂടെ നിയന്ത്രണങ്ങൾ കൂടുതലാണ് അവിടെ. നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റാ. ഈ ചെറിയ നദികളെല്ലാം വന്ന് ആ വലിയ നദിയിലേക്കാണ് ചേരുന്നത്. ഇവിടെ ഒരു മന്ദിരമുണ്ട്, നമുക്ക് അവിടെ നിന്ന് കയറിയിട്ട് പോവാം. പഴയ ലാൻഡ് ക്രൂയിസർ കിടക്കുന്നുണ്ടോ? സ്കൂൾ ബസ്സിന് ഇവിടെ മഞ്ഞ കളറാ കേട്ടോ, നമ്മുടെ അവിടുത്തെ പോലെ തന്നെയല്ലേ. റെഡില് വൈറ്റാ ലെറ്റർ. കണ്ടോ ഇവിടുത്തെ വീട് കണ്ടോ? വീടൊക്കെ നല്ല രസമുണ്ടല്ലേ. അതൊരു റെസ്റ്റോറന്റും ബാറും കൂടാ.
ഇതുണ്ട് ഈ വീടിൻ്റെ ഉണ്ടോ, ഈ ഡിസൈൻ എല്ലാ വീട്ടിലും ഉണ്ട്, ഇവിടെ ബിൽഡിങ്ങിനെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ കുട്ടനാട് സൈഡിലത്തെ പാലം പോലാണല്ലോ. ആ അതെ അതെ, അടിയിൽ കൂടെ വള്ളവും ബോട്ടും ഒക്കെ പോകാനായിട്ടല്ലേ. ഇവിടുന്ന് ഇതേ അതുണ്ട്, അതൊക്കെ മില്ല. ഇവിടുന്ന് തടി കയറ്റാൻ വേണ്ടി വരുന്ന വണ്ടികളാണ് അവിടെ കിടക്കുന്നത്. ആ കാണുന്ന ഇവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഇതെല്ലാം വീടുകളാണ്, അപ്പുറത്തെ ഫ്ലാറ്റുമായിരുന്നു. ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ വെച്ചിട്ട് ടിൻ ഷീറ്റ് ഇട്ടേക്കുന്നത് അല്ലേ? ഒരുവിധം എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിൽ ഷീറ്റ് തന്നെയാണ്. ഇതുണ്ട് ഈ ഫ്ലാഗിലൊക്കെ മന്ത്രങ്ങളാണ് എഴുതിയേക്കുന്നത്. ആ പ്ലാവയിലോട്ട് നോക്കിയ ചക്ക കണ്ടോ? മൊത്തം മൊണാസ്ട്രി ഒന്നും കാണാൻ വലിയ ഇതില്ല. എന്നാ വെച്ചാൽ ലഡാക്ക് പോയപ്പം മൊണാസ്ട്രി കണ്ട് എന്നാലും അതുപോലെയാണ് ഈ മൊണാസ്ട്രി. നമുക്ക് നോക്കാം അല്ലേ? ഇവിടെ എവിടെ വണ്ടി പാർക്ക് ചെയ്താലും ഈ ടാറിങ്ങിയാന്ന് ഇറക്കി പാർക്ക് ചെയ്യണം, ഇല്ല ഫൈൻ അടിക്കും. ആണോ? പോലെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടില്ലെങ്കിൽ അന്നേരം ഫൈനാണ്. നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ അവിടെ അങ്ങനെ തന്നെ 600 രൂപ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ. നമ്മുടെ അവിടെ എത്ര പേര് പാലിക്കുന്നുണ്ട്? അല്ല, നമ്മുടെ അവിടെയൊക്കെ പാലിക്കുന്നുണ്ട്. നമ്മുടെ അവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേ ഉള്ളൂ പാലിക്കാത്തത്. അപ്പോൾ നമുക്ക് മൊണാസ്ട്രി കണ്ടിട്ട് വരാം. അച്ഛമ്മ ആദ്യമായിട്ടാണ് ഒരു മൊണാസ്ട്രി കാണുന്നത്. 2 ഉണ്ണിക്കുട്ടന്മാർ നിൽപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ ഭൂട്ടാൻ്റെ രാജാവ്. ചെറുപ്പക്കാരനാണ്, 37 വയസ്സേ ഉള്ളൂ. അതിവിടുത്തെ ബുദ്ധിസ്റ്റുകളുടെ തലവനാണ്, ബുദ്ധിസ്റ്റ് കിങ്. അപ്പോൾ നമുക്ക് മൊണാസ്ട്രിക്ക് അകത്തുനിന്ന് കയറിയിട്ട് വരാം. ബുദ്ധമതക്കാരുടെ ആരാധനാലയമായത്. നമുക്ക് ഉണ്ണിക്കുട്ടന്മാരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. രാജാക്ക നമുക്ക് किंग जिग्मी गेसर नमगे वांगचू ഇത് പറയണേ. जिग्मी गेसर नमगे वांगचू और एक बता. जिग्मी जिग्मी गेसर गेसर नमगे नमगे वांगचू वांगचू. और क्वीन नेम इज आशी जिसिन पेमा. आशी जिसिन पेमा. जिसिन पेमा. हाँ, ഒന്നുകൂടെ പറയാൻ പാടാട്ടോ. ഈ പറഞ്ഞു തരുമ്പോൾ അതേപടി ഞാൻ പറയാം. ഒന്നുകൂടെ എന്നോട് ചോദിച്ചേക്കില്ല ഇനി. അത് എഴുതി പഠിക്കണം ഇനി. കുട്ടികൾ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ വിളക്ക് കത്തിക്കുന്ന. ഇവിടെ അടുത്ത് തന്നെ ഇതും ഒരു മൊണാസ്ട്രിയാണ്. പബ്ലിക് നോട്ടിഫിക്കേഷൻ. ഓൾ ഭൂട്ടാനീസ് വിസിറ്റേഴ്സ് വിസിറ്റിംഗ് ദിസ് ടെമ്പിൾ മസ്റ്റ് ബി ഇൻ നാഷണൽ ഡ്രസ് ആൻഡ് നോൺ ഭൂട്ടാനീസ് ആർ റിക്വസ്റ്റഡ് ടു വിയർ ഫോർമൽ ഡ്രസ്. മഴയെല്ലാം പോയി നല്ല തെളിഞ്ഞു. സമയവും വ്യത്യാസമുണ്ട്. നമ്മുടെ ഇന്ത്യൻ സമയം 2:30 ആയതേ ഉള്ളൂ, ഇവിടുത്തെ സമയം 3 മണിയായി. അരമണിക്കൂർ വ്യത്യാസം. അരമണിക്കൂർ മുന്നേ. ഡ്രൈവർ വണ്ടി എടുക്കൂ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ BG കാണുന്നതൊക്കെ ഭൂട്ടാൻ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു. സീബ്ര ക്രോസിങ്ങിലേ ആള് വരുവാണെങ്കിൽ എടുക്കരുതെന്ന് നിർത്തി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ അവിടെ പോയില്ലേ? പോയി കഴിഞ്ഞപ്പം അവിടെ സ്കൂളിൽ നിന്ന് പിള്ളേർ ഓടിയായിരുന്നു. അപ്പഴേ വന്ന വണ്ടി നിർത്തി പിള്ളേര് പോകാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. മനസ്സിലായി. അല്ലല്ലോ നമ്മുടെ അവിടെ അങ്ങനെയാണല്ലോ. നമ്മുടെ അവിടെ നിയമം അങ്ങനെയാണ്. പക്ഷെ പലർക്കും അറിയത്തുമില്ല. ആൾക്കാർ വരുവാണെങ്കിലും എടുത്തോണ്ട് പോകും. നമ്മൾ ഒമാനിൽ ചെന്നപ്പോഴും അങ്ങനെ ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? അകലെ കാണുമ്പോഴേ ആൾക്കാർ ക്രോസ് ചെയ്യാൻ വരുമ്പോഴേ വണ്ടി ഇപ്പുറം ചവിട്ടിയിരിക്കും. അങ്ങനെയാണ് വേണ്ടതും. നമ്മളും ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മളവിടെ ഇവിടെ 7 ലക്ഷം പേരല്ലേ ഉള്ളൂ. നമ്മളവിടെ എത്ര പേരോട് പറയും, ആര് കേൾക്കും? അതാണ് നമ്മളവിടെ എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ പിന്നെ കുഴപ്പമില്ല, കേരളത്തിലും എല്ലാവരും അങ്ങനെ നോക്കുന്നില്ല. പക്ഷെ അങ്ങനെ വേണം. എന്നുവെച്ചാൽ നമ്മളാണേലും ഇറങ്ങി, നമ്മൾ ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ? വണ്ടി ഇരിക്കുമ്പോൾ ഇതാർക്കും അങ്ങനെ തോന്നത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യണം. അതാണ് അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിക്കണം. അതെ. ഇവിടെയൊക്കെ സ്പീഡ് ലിമിറ്റും ഉണ്ട്. 40 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. നമ്മളെ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഉണ്ട് ഇവിടെ എല്ലാം നല്ല നീറ്റാണ്. ഒരു പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും ഒരിടത്തും ഇടുകയില്ലാരും. എല്ലാം ഡസ്റ്റ്ബിനിലേ ഇടുള്ളൂ. അതുണ്ടല്ലോ, നമ്മളിപ്പോ ആ പാലത്തിന്റെ അവിടെ നിന്നില്ലേ, അവിടെ 2 ചെറിയ കുപ്പി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഈ ഗൈഡ് അന്നേരം തന്നെ അത് പെറുക്കി അവിടുത്തെ വേസ്റ്റ് ബിന്നകത്തോണ്ട് ഇട്ടു. അതാണ്. ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും കിടക്കുന്ന കണ്ടാൽ അത് കാണുന്നവരെടുത്തുകൊണ്ട് കളയുള്ളൂ. അതെ, അങ്ങനെ നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഭൂട്ടാന്റെ രാജാവും രാജ്ഞിയും മക്കളും, രാജകുടുംബം. അപ്പൊ നമ്മൾ നേരെ കയറി വന്നേ. നമുക്ക് ഇവിടെ ഒരു ചെറിയ നേരെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ചെറുവണ്ടി ആയിരുന്നു, അതിലെ ലെഫ്റ്റിലേക്ക് പോയായിരുന്നു. ചെറിയൊരു ടൗണാണ്, ഗലേപ്പ് എന്ന് പറഞ്ഞ ടൗണാണ്.
ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാവേ ഈ ക്ലീൻ ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയല്ലേ, ഒരു വേസ്റ്റ് ഒന്നും ഇല്ലാതെ. അപ്പോൾ നമുക്കിവിടെ ഇറക്കി പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇല്ല നടക്കാം, അതാ നല്ലത്. എന്നാന്നറിയാം, വലിയ വണ്ടി ആയതുകൊണ്ടേ അടുത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റിയല്ല. ഈ സൈഡിലേക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അത് വേണ്ട, അത് വൺ വേ ആ, അങ്ങോട്ട് നേരെ കയറിപ്പോകാൻ പറ്റിയല്ല. ഇതെല്ലാം പിക്കപ്പ് സ്റ്റാൻഡാണല്ലോ. ഇതിന്റെ അപ്പുറത്ത് ഇടാം. അപ്പുറം ഇടാം. അപ്പുറത്ത് ടാക്സി സ്റ്റാൻഡാ, അപ്പൊ നമുക്ക് ഇവിടെ ഇടാം. exit उधर. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. നമ്മളിനി ഇപ്പൊ കറങ്ങിട്ടൊക്കെ അല്ലേ ഉള്ളൂ. പുള്ളി വണ്ടി ഓടുന്നല്ലേ, പുള്ളി എന്നാ ഇവിടെ നടന്നു പോക്കോളാന്ന് പറഞ്ഞു. അടുത്ത അല്ലേലും പോകണം, കുറച്ചും കയറിയതുള്ളൂ. ഞാൻ കയറിയപ്പോ കിലോമീറ്റർ നോക്കിയല്ലേ, കറക്റ്റ് അവിടെ 9 കിലോമീറ്റർ തീർന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്നാലും 9 കിലോമീറ്റർ അകത്ത് കയറി പോകാൻ പറ്റിയല്ലോ. അത്യാവശ്യം ഇവിടുത്തെ ട്രാഫിക് റൂൾസും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി. അത് പുള്ളിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോയോണ്ടാ നമുക്കറിയാം. നമുക്കറിയില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ 40 ലിമിറ്റ് എന്നുള്ള ബോർഡ് കണ്ടാലേ അറിയാം. ബോർഡ് കാണുമ്പോ അറിയാം, പക്ഷെ ബാക്കിയുള്ള നിയമങ്ങൾ ബാക്കിയൊന്നും അറിയത്തില്ല. ഇല്ലാത്തടത്ത് ബോർഡുള്ളടത്തല്ലോ. വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, ആ ടയർ ഇപ്പൊ ആ വെള്ളവരയില് തൊട്ടാ അത് ഫൈനാ. ലൈനകത്ത് ഇതിപ്പോ ഇപ്പൊ ആ വണ്ടി ഇട്ടേക്കുന്ന പോലെ അങ്ങനെ നിക്കണം. ഭൂട്ടാൻ കൈസല്ലക്കാ अच्छा है, अच्छा लगा. അപ്പൊ ഇനി നമുക്ക് സമാധാനമുള്ള സ്ഥലം. അതെ, അപ്പൊ ഇനി ഒന്ന് ഭൂട്ടാൻ ഇറങ്ങാൻ വരാം. അതെ, പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലിയാ, കുറച്ച് കോസ്റ്റ്ലിയാ. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് ഗലേഫു ടൗൺ ഒന്ന് വരാം. ഭൂട്ടാൻ ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറിയാ? രാവിലെ ഇട്ട ഡ്രസ്സ് മൊത്തം നനഞ്ഞു മഴയിൽ പോയി. ഡെസിഗ്നേറ്റഡ് സ്മോക്കിംഗ് റൂം, പുകവലിക്കാനുള്ള സ്ഥലം. പുകവലിക്കാനുള്ള ഒരു ഇതിനകത്ത് കയറി നിന്ന് പുകവലിക്കുക. അല്ല, മറ്റുള്ളവർക്ക് ശല്യമാവുമല്ലോ. അതെ, എവിടെ നോക്കിയാലും ഭൂട്ടാൻ വണ്ടികൾ, ഇന്ത്യൻ വണ്ടികളും ഉണ്ട്, ഇടയ്ക്കിടയ്ക്കേ ഉള്ളെന്നുള്ളേ ഉള്ളൂ. ഇത് ടാക്സി സ്റ്റാൻഡാണ്, ടാക്സി വണ്ടികളാണ്. BT എന്നാണ് രജിസ്ട്രേഷൻ. അതുകൊണ്ട് വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നു. കണ്ടോ, അതിനകത്ത് ഫാനും ഉണ്ട്. അതിന് തടി കൊണ്ട് പണിതേക്കുന്ന നല്ലതല്ലേ, നല്ല രസമുണ്ട്. ടാക്സി സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡാ. ഡ്രൈവർമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. നല്ലതല്ലേ? ഇവിടെ മഴയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വേനൽ സമയത്ത് ഇവിടെ നല്ല ചൂടുള്ള സ്ഥലം തന്നെയാണ്. ഡ്രസ്സ് നല്ല രസമുണ്ട് എല്ലാവരുടെയും. മഴയാണെങ്കിൽ നമ്മൾ ഈ കറക്കവും നടക്കുകയല്ലേ. അന്തരീക്ഷം തെളിഞ്ഞു. മുമ്പത്തെ ഒരവസ്ഥ ഇപ്പം നോക്കിയേ, നല്ല തെളിവായി. ഇപ്പം അങ്ങോട്ട് നോക്കിയത് കണ്ടോ, കോടമഞ്ഞും മലനിരകളൊക്കെ കാണാം. മലനിരകളൊക്കെ കാണാൻ തുടങ്ങി. ഇവിടെയും കുഞ്ഞുവാവേ തോളയിലായിരുന്നു. അതുപോലെ നോനോ ആണോ ജുജോ ആണോ എന്നറിയത്തില്ല. എല്ലായിടത്തും ഇങ്ങനെ പുൽത്തകിടി ഇരിക്കാൻ ചാരുകസേരയുണ്ട്, ചാരുബെഞ്ച്. ഹൈലക്സിൻ്റെ ആ ബാഗിലെ ഫിറ്റിങ് കൊള്ളാം, അടിപൊളി. ഇവിടെ ഹോട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ബാറാണ് കേട്ടോ, ബാറും ഉണ്ട്. എന്നാൽ ഇവിടെ വന്ന് കൂടുതലും സ്റ്റേ ചെയ്യുന്നതൊക്കെ ഇന്ത്യക്കാരാണ്. ഭൂട്ടാൻ കാണാൻ വരുന്ന ആൾക്കാരെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നു. അത് AC വണ്ടിയാണ്, ഇത് ട്രിപ്പ് വെക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. അവിടെ സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വായിക്കണമെങ്കിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ സ്ഥലപ്പേര് വായിക്കണം. വയ്ക്കാനും ബോർഡറിൻ്റെ പേര് വലിയ കുഴപ്പമില്ല, ഗലേപ്പൂർ. അതെ, വായിക്കാൻ എളുപ്പമുണ്ട്. 2 ബ്രദേഴ്സ് ട്രാൻസ്പോർട്ട്, 2 സഹോദരങ്ങൾ കൂടി നടത്തുന്നതായിരിക്കും അല്ലേ, 2 ബ്രദേഴ്സ് ട്രാൻസ്പോർട്ട്. ഇതെല്ലാം പ്രൈവറ്റ് വണ്ടികളാണെന്ന് തോന്നുന്നുണ്ട്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ വണ്ടികളല്ല, അല്ലാതെ ഓരോ വ്യക്തികളുടെ വണ്ടികളാണെന്ന് തോന്നുന്നില്ല ഈ ബസ്സുകളല്ല. അവിടെ ഇതേ പിക്കപ്പ് സ്റ്റാൻഡും ഉണ്ട്, പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. റെസ്റ്റിംഗ് പ്ലേസ്. വെയിറ്റിംഗ് ഷെഡ് അടിപൊളിയല്ലേ, കാറ്റൊക്കെ കൊണ്ടിരുന്നാൽ മതി. ഇതെല്ലാം CCTV ഉണ്ട്. കണ്ടോ, തുപ്പാൻ പാടില്ല, വലിച്ചെറിയല്, പുകവലിക്കാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടാണ് പുകവലിക്കാൻ പ്രത്യേക സ്ഥലം. അതെ, അങ്ങനെ പ്രത്യേക സ്ഥലം വേണം. ഇത് നമ്മുടെ അവിടെ ചിലപ്പോൾ ചിലരെടുത്ത് മുഖത്തോട്ടാണ് വലിച്ച് പുക വിടുന്നത്. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ നിന്നെടുത്ത് പുക വലിച്ച് മുഖത്തോട്ടാണ് വിടുന്നത്. നമുക്ക് ഭയങ്കര അസ്വസ്ഥതയത്, ഒരു ശ്രദ്ധയില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ. അതെവിടെ നമ്മൾ കൂടുതലും ഉണ്ട്, എവിടെ ആയിരുന്നു ഇന്നലെ? നമ്മൾ എവിടെ ആയിരുന്നു? മേഖലയിലും ആസാമിലും ഒക്കെ. അങ്ങനെയല്ല, വെയിറ്റ് ഷെഡ് കൊള്ളാം കേട്ടോ. ഇത് ഇവിടുത്തെ തന്നെ ലോക്കൽ തടിയായത്. കേരള ഇന്ത്യ. ഒരു ചുമ്മാ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഫോട്ടോ എടുത്തേക്കാം. പാൻറ് ഇട്ടുണ്ട് കേട്ടോ, സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് തോന്നുകയില്ല. കണ്ടാൽ ഒരു പബ്ലിക് പ്ലേസ് ആണെന്ന് തോന്നുകയില്ല. നമ്മളൊരു എന്നാ പറയുന്നത്, ഒരു 4 മണിക്കാട്ടിലൊക്കെ പോയിരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ.
ജനസംഖ്യ കുറവായതുകൊണ്ടായിരിക്കും, എല്ലാം ചെറിയ വണ്ടികളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന സ്ഥലത്തേക്കൊക്കെ കുറച്ച് ആൾക്കാരല്ലേ പോകാനുണ്ട്. എല്ലാം ഹിൽസ് അല്ലേ, ഹിൽസും ആണ്, അതും ഒരു കാര്യമാണ്. ഇത് നല്ല വണ്ടിയാണല്ലോ. ടൊയോട്ടയുടെ വണ്ടിയാ, നല്ല വണ്ടിയല്ലേ. നമ്മൾ നേപ്പാളിൽ ചെല്ലുമ്പോൾ കാണുന്ന പോലെയുള്ള വെറൈറ്റി വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നേപ്പാളിലും പിന്നെ ഒമാനിലും ഒക്കെ ഉണ്ട്. ബാക്കി വെളിയിലുള്ള പോലെ ഇതൊന്നും നമ്മുടെ ഇന്ത്യയിലില്ലല്ലോ. നല്ല വണ്ടിയല്ലേ, ചെറിയ വണ്ടിയുണ്ടോ? ചെറിയ വണ്ടി ഒതുക്കമുണ്ട്, നല്ല വീൽ ബേസും കുറവാണ്. ഇതുപോലൊരു വണ്ടിയല്ല കാരവാണെങ്കിൽ ഇച്ചിരി ഒതുക്കമുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിയുടെ അത്ര ഇട കിട്ടുകയല്ലോ കേട്ടോ. ആ അപ്പം ഇത്രയും പേര് പോകുന്നത് നമുക്ക് ഇത്രയും പേരുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയെ കുഴപ്പമില്ല. അല്ല, അപ്പോൾ ബെഡ്റൂമും ഹോളും ഒന്നാക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. സർനിയ ട്രാൻസ്പോർട്ട് സർവീസ്. ഇതുണ്ടോ ഇവരുടെ ഡ്രസ്സ് കണ്ടോ, കയ്യിൽ കൊടുത്തോണ്ട് നിൽക്കുന്ന പോലെ. അല്ല, മെനു ഓർഡർ എഴുതാനുള്ള സാധനങ്ങൾ ഞാൻ തന്നെ എടുത്തു. ഞാൻ ഓർത്ത് ഇവിടെ പേപ്പറും ബുക്കും പേനയൊക്കെ എടുത്ത് അത് എന്നാ സംഭവം. നിങ്ങൾക്കൊക്കെ എന്നാ വേണ്ട കഴിക്കാൻ? ചോറ് താലി വേണോ? എന്നാ ഉള്ളത്? അത് ഞാൻ പറഞ്ഞ സാധനം, ബീഫ് കറി ഉണ്ട്, മട്ടൻ നോക്കാം, കറി ഉണ്ട്. ഓരോരുത്തരും പറഞ്ഞോ എന്നാ വേണ്ടത്. മീനൊന്നും വേണ്ടല്ലോ, ഇവിടുത്തെ മീനാ. മീൻ മറ്റേ വേണ്ട, മീൻ വേണ്ട. എനിക്ക് വേണ്ടുന്ന സാധനം പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തി. ഇത് തുക്ക, ഇത് ബീഫ് തുക്ക, പിന്നെ ഇത് എഗ് ഫ്രൈഡ് റൈസ്. എഗ് ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞ, പക്ഷെ അതിനകത്തെല്ലാം പോയില്ല, എണ്ണയുണ്ട്. എണ്ണയുണ്ട്. ഇത് കുഞ്ഞിക്ലിക്കാണ് തുക്ക. കുഞ്ഞിക്കിളി നോക്ക് നല്ലതാണോ? ചിക്കൻ്റെ അല്ല, വേറെ ടേസ്റ്റ് ആവണ്ട. ഇതന്നെ ഇതാണ് സഖം ദാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ലോക്കൽ ചീസ് വെച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ് ദാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണിത് ഞാൻ പറഞ്ഞ സഖം എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ ദാക്ഷി, ചോറും ഇതുപോലെ ഒരു റൊട്ടിയും, പിന്നെ ഇത് താലി ഇതാ, പിന്നെ ഇത് ബീഫും അതിൻ്റെ കൂടെ തന്നെ ചീസിൽ കുക്ക് ചെയ്താൽ. ഇത് മോരാണ്. അത് മോര. അപ്പം ചിക്കൻ താലിയിൽ നമുക്ക് നോർമൽ താലിയിൽ വരുന്നൊരു ചിക്കൻ കറി ഉണ്ട്, റൊട്ടിയുണ്ട്, പിന്നെ ഒരു മെഴുക്കുവരട്ടി, പിന്നെ അത് മെഴുക്കുവരട്ടിയാന്ന് തോന്നുന്നു അല്ലേ? കിഴങ്ങാന്ന് തോന്നുന്നു. പിന്നെ ചട്നിയും ചോറും, പിന്നെ ഇതൊരു ഗ്രേവിയാണ്, ദാലായിരിക്കും. ഇത് പോർക്കിൻ്റെ റിബാണ്, പന്നിയുടെ മറ്റേ റിബ്സിലെ എല്ലിൻ്റെ അതും പിന്നെ ബാക്കി താലിയുടെ സെയിം കറികളാണ്. ഇത് മുളകാ, അത് ഏത് മുളകാന്ന് അറിയത്തില്ല, കഴിച്ചു നോക്കിയിട്ട്. മറ്റേ അരുണാചലിലെ ഈ ദാക്ഷി കഴിക്കണമെന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ശരി, ഇവരുടെ മെയിൻ ഫുഡാ ദാക്ഷി. അത് ഫ്രൈ ചെയ്താണോ ഇറച്ചി? ഇത് ബീഫിന്റെ ഡ്രൈയാ, ഉണക്കിയതാ. അതെങ്ങനെയുണ്ട് കുഞ്ഞിക്കിളി? കുഞ്ഞിക്കിളിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല. ഇതിൽ ചീസും പിന്നെ ഈ ബീഫും അധിക സാധനങ്ങളൊന്നുമല്ല, മുളകും ഒക്കെ ഉണ്ട്. മസാല അധികമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? മസാല ഒന്നുമില്ല. ഇവരുടെ ഒരു ലോക്കൽ ചീസ് ഉണ്ട്, ആ ചീസ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇത് കൊള്ളാം. പിസ്സ കഴിക്കുന്നവരുണ്ട്. എന്തോ നല്ലതാണോ? ഞാനേ എഗ് ഫ്രൈഡ് റൈസ് ചേഞ്ച് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തു. അതെ, എന്നിട്ട് താലി പറഞ്ഞു. അതിനകത്ത് മൊത്തം എണ്ണയാണ്. അമ്മയ്ക്ക് പിന്നെ എഗ് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല, ഇഷ്ടമാണ്. ചിക്കൻ കറിക്കകത്ത് എണ്ണയുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പി കൊടുത്താലും ഇവിടെ വരെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഭൂട്ടാനീസ് മേടിച്ചു. ഭൂട്ടാനീസ് എന്ന് പറയും. അപ്പം അത് നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പി തന്നെയാണ് ഒരു ഭൂട്ടാനീസും. ഇന്ത്യൻ റുപ്പി കൊടുത്താൽ ഇവിടെ ബോർഡർ ആയതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഭൂട്ടാനീസ് നീൽട്രം. എന്നാ പറഞ്ഞേ? നീൽട്രം. ഭൂട്ടാനീസ് നീൽട്രം. ന്യൂന്ന് ഇവര് പറയാം, അല്ലാണ്ട് ഷോർട്ടായിട്ട്. നമുക്ക് എളുപ്പത്തിന് ഭൂട്ടാനീസ് എന്ന് പറയാം. ഭൂട്ടാനീസ് പറഞ്ഞാലും മതി. ടൊയോട്ടയുടെ കോസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി, അത് അടിപൊളി വണ്ടിയല്ലേ. അപ്പോൾ കുറച്ച് ഭൂട്ടാനീസ് കറൻസി മേടിച്ചു. ഇത് 100-ന്റെ നോട്ട്, ഇത് 50-ന്റെ നോട്ട്. അത് രാജാവിൻ്റെ. ഇതിപ്പോൾ മാറി ഈ കറൻസി ഉടനെ തന്നെ. ഇത് 5-ന്റെ നോട്ട്, ഇത് 10, ഇത് 20, അത് 50. ഇതിൽ രാജാവിൻ്റെ ഫോട്ടോ ഇപ്പോൾ എല്ലാത്തിലും ഉള്ളത്. ഇതിപ്പോൾ ഉടനെ തന്നെ മാറും. ഡോളർ പോലെ തന്നെ പ്ലാസ്റ്റിക് കറൻസി ആക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. അധികമൊന്നും അധികം ഇവിടെ ചിലപ്പോൾ റയറായിട്ടേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അധികം ആയിട്ടില്ല എല്ലായിടത്തും, പക്ഷേ കറൻസി മാറ്റം എടുത്തേ. ഇത് ടൊയോട്ടയുടെ പഴയ വണ്ടിയാണ്, ഹയാസിൻ്റെ പഴയ മോഡലാണെന്ന് തോന്നുന്നു. അത് ഇനി ഇത് വേറെ ആണോ എന്നും അറിയില്ല. ഈ ബിൽഡിംഗ് എല്ലാം കണ്ടോ, ഒരേ ഡിസൈൻ അല്ലേ, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഭൂട്ടാൻ ടാക്സിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ്, ചൈനീസ് വണ്ടിയാണ്.
ഇവിടെ ഈ ബോർഡർ ആയതുകൊണ്ടേ ഇന്ത്യക്കാരാണ് കൂടുതലും ഇവിടെ വരുന്നത്. എന്നുവെച്ചാൽ ഭൂട്ടാൻ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ. ഇവിടെ എല്ലാ കടയിലൊന്നും ഇന്ത്യൻ റുപ്പി അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ GPay ഒക്കെ ചെയ്യാം. UPI പക്ഷേ ചെയ്യണമെങ്കിൽ ഇൻ്റർനാഷണൽ UPI ആക്ടിവേറ്റ് ചെയ്യണം. 2 ബ്രെഡും ബണ്ണും ഒക്കെ മേടിച്ചു. സൗത്ത് ഇന്ത്യൻ ഹോട്ടലുണ്ട്. സൗത്ത് ഇന്ത്യക്കാരായിരിക്കോ അതറിയില്ല. നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതിന് സൈഡിൽ നിന്നപ്പോഴേ വണ്ടി അവിടെ കൊണ്ട് നിർത്തി. അതാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ. നമ്മുടെ അവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സുന്ദരമായിരുന്നു. അതെ, എന്ത് നല്ലതായിരുന്നു. രാവിലത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ ഇതൂടെ നോക്കിയെന്ന്. ഇവിടെ അതുപോലെ ആൾക്കാർ നടക്കുന്നതും ക്രോസ് ചെയ്യുന്നതും ഒക്കെ സീബ്ര ലൈനിൽ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നടക്കാൻ പാടില്ലാത്ത സൈഡിൽ കൂടെ ഒന്നും ആരും നടക്കുകയില്ല. ഇന്ത്യൻ വണ്ടികളെ ലോഡും കൊണ്ട് ഇവിടെ വരെ വരത്തുള്ളൂ, അകത്തേക്ക് കയറ്റി വിടുകയില്ല. അത് ഇന്ത്യൻ വണ്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ കൊണ്ട് ലോഡ് ഇറക്കുക. നിസാൻ്റെ ഒരു വണ്ടി നവാര, വലിയ വണ്ടി, ഇഷ്ടം പോലെ ഇടയാക്കി അതിനകത്ത്. അതും സ്മോക്കിംഗ് റൂമാണ്, പുക വലിക്കാനുള്ള സ്ഥലം. ഭൂട്ടാൻ ആർമിയുടെ വണ്ടിയാണ് ഇത്. ടാറ്റ തന്നെയാണ് കേട്ടോ. വെഹിക്കിൾ ഫാക്ടറി ജബൽപൂരിൽ അതിൽ അടിച്ചേക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന വണ്ടിയായിരിക്കും. ഗലേഫു ബൗണ്ടി മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് ഉണ്ടോ? നല്ല അടിപൊളി മാർക്കറ്റ്. പിന്നെ നീറ്റാന്ന് നോക്കിയല്ലോ. അതെ, ഇതെന്താ സാധനം? ഇത് വേറെന്തോ പച്ചക്കറി, എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. മുളക് കണ്ടോ? നല്ല പച്ചമുളക്, നമ്മൾ വെജി മുളകല്ലേ? പല കളറുള്ള നല്ല പച്ചക്കറികളാണ് എല്ലാം. പച്ചക്കറി അല്ല, നല്ല പച്ചക്കറി. ക്യാബേജ് ഒക്കെ കണ്ടോ? ചെറിയ ക്യാബേജാ. ഈ മാർക്കറ്റ് കോംപ്ലക്സ് ഇന്ത്യ ഭൂട്ടാൻ കോർപ്പറേഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി പണിതാണ്. നെയിം ഓഫ് വർക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് വെജിറ്റബിൾ ഷെഡ് ഇൻ ഗലേഫു. 2024 പണിത്. 4,44,00,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ്. അതന്നെ, ഈ 4 കോടിക്ക് തന്നെ ബിൽഡിങ് 4 കോടിക്കുള്ളതുകൊണ്ട് ഒക്കെ അങ്ങനല്ലേ സർക്കാർ കാര്യങ്ങൾ അങ്ങനെ. ചിലപ്പം ലാൻഡിൻ്റെ ഒക്കെ ഉണ്ടാവും. ലാൻഡ് അങ്ങനെ ആയിരിക്കില്ല, ലാൻഡ് ഭൂട്ടാൻ സർക്കാർ കൊടുത്തതായിരിക്കും. ഇത് ഒന്നിച്ചുള്ള കോർപ്പറേഷൻ പ്രൊജക്റ്റാണ്. അപ്പോൾ രണ്ടുപേരുടെ ചേർന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ താഴത്തെ ഫ്ലോറിലുള്ള എല്ലാം ഇമ്പോർട്ടഡ് വെജിറ്റബിൾസാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഞാൻ ഓർത്തതല്ലേ ഇവിടെ ഉള്ളതായിരിക്കും. അല്ലല്ല, ലോക്കൽ മാർക്കറ്റ് മേളിലാണ്. പക്ഷെ മേളിലും ഇതൊക്കെ തന്നെ ഇരിക്കുന്ന, ക്യാബേജും ചീരയിലേക്ക് തന്നെ ഇരിക്കുന്ന. ആ മരത്തിലേക്ക് നോക്കിയേ, ഇത് ഏത് പക്ഷിയല്ലേ? നീർക്കാക്കയാണോ കറുത്തിരിക്കുന്നത്? കറുത്ത നീർക്കാക്കയാന്ന് തോന്നുന്നു. മറ്റേ കൊക്കല്ലേ? കൊക്ക് വേറൊരു നമ്മുടെ അവിടെ ഉള്ള ടൈപ്പ് അല്ല, ഇത് വേറൊരു മഞ്ഞ കളറും ഉണ്ട്. ഇതിന് കണ്ടോ, വെള്ളയും മഞ്ഞയും കൂടെ. കൊക്ക് തന്നെയാണ്, അതിൻ്റെ വേറൊരു ഇനമെന്നുള്ളതേ ഉള്ളൂ. എത്ര കൂടുണ്ടെന്ന് നോക്കിയത്? അത് നിറച്ചു കൂടാ. ആ മരം തന്നെയല്ല, പുറയിലുള്ള മരത്തിലും ഇതുപോലെ തന്നെ കൂടാ പക്ഷികളുടെ. നമ്മളിവിടുത്തെ ലോക്കൽ മാർക്കറ്റ് കാണാനും കൂടെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇന്ന് ലോക്കൽ മാർക്കറ്റ് അവധിയാന്ന് പറഞ്ഞു. ഇവിടെ ഈ സിറ്റികളെല്ലാം പ്ലാൻഡ് ആയിട്ട് ചെയ്തേക്കുന്നത്. അതുണ്ടോ, ബിൽഡിങ്ങുകളും അതിനിടയ്ക്ക് പാർക്കിംഗ് സൗകര്യവും എല്ലാം ഉണ്ട്. എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഉണ്ടോ, ഇതിനിടയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ ഇരിക്കാം. ഇത് പ്രയർ വീല അതിനകത്തെ. ഇതേ മുന്നേ ഉണ്ട്. അച്ഛമ്മേ ഇതുണ്ട്, ഇതെല്ലാം പ്രയർ വീലാണ്. ബുദ്ധമതത്തിലെ മന്ത്രങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഇതിലല്ല. അതിങ്ങനെ കറക്കി കറക്കി അങ്ങ് പോകുമ്പോ കറക്കോണ്ടെങ്കിൽ പോരെ. അതെ, ഡാമിക്ക് എത്തുന്നില്ല കറക്കാൻ. ഇവിടെ ക്ലോക്ക് ടവർ ഇവിടെ 5:35 നമ്മളവിടെ 5:05 ആയതേ ഉള്ളൂ. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷയാണ് ജോങ്ക. ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, പഴയ മോഡൽ, പഴയ വണ്ടിയാണ്. അപ്പം നമുക്ക് ഭൂട്ടാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോയേക്കാം. അതെ, സന്ധ്യയായി, 6 മണിയായി. ഇവിടെ ഡീസൽ അടിക്കാനൊക്കെ പണ്ട് ഇവിടെ വിലക്കുറവായിരുന്നപ്പോൾ ഇന്ത്യൻ വണ്ടികൾ ഇവിടെ വന്ന് ഈ പമ്പിൽ കയറി ഡീസൽ അടിച്ചിട്ട് പോകുമായിരുന്നു. പോലീസ് കൈ കാണിച്ചായിരുന്നു. അപ്പോൾ എവിടുത്തെ വണ്ടിയാണെന്നൊക്കെ ചോദിച്ചു. Camper van. Camper means inside bedroom, washroom, kitchen, everything. Yeah. Family vehicle, private one. ഭൂട്ടാനില് ലേഡീസ് വണ്ടി ഓടിക്കുന്ന ഇല്ല, വലിയ വണ്ടി കുറവാണ്. Okay. You are coming sometime or regular? No, sometime. We just came to see. Yeah, visiting. Passenger? Family. Only family? It's private vehicle. Your father? Yeah, my father, mother. Thank you so much. Thank you. Bye. ഭൂട്ടാനിൽ ചെറുവണ്ടികളെ സ്ത്രീകൾ ഓടിക്കുന്നുള്ളെന്ന് തോന്നുന്നു. ലോറിയും ബസ്സും അധികം ഓടിക്കുന്നവരില്ല. വലിയ വണ്ടി ഓടിക്കുന്ന ആരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു.
ഭൂട്ടാൻ്റെ ഗേറ്റാണ് ആ കാണുന്ന മേഖല. ഇതിലെ അങ്ങ് ഇറങ്ങി പോകാനായിരുന്നു എളുപ്പമുണ്ടായിരുന്നു, പക്ഷേ ഇതിലെ വിടത്തില്ല, അത് ബ്ലോക്ക് ചെയ്തൊക്കെ ഈ സൈഡിൽ കൂടെ പോകും. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് അടിച്ച് വേണം പോകാൻ. അങ്ങോട്ട് വലത്തേക്ക് പാർക്ക് ചെയ്തു. ലോറിയൊക്കെ അകത്തേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളാണ്, ഇന്ത്യയിൽ നിന്ന് വന്ന വണ്ടികളത്. ഇതാണ് എക്സിറ്റ് ടെർമിനൽ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ആ ഇതും കാണിച്ച് അവിടെ എക്സിറ്റ് ആക്കിയിട്ട് വേണം പോകാൻ. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഇവിടെ എല്ലാവരും ചെന്ന് എക്സിറ്റ് ആകുന്നൊരു വരൂ. നമ്മളെ നേപ്പാൾ പോയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വിരലെണ്ണാവുന്ന വണ്ടികളേ ഉള്ളൂ. അതെ അവിടെ അന്നേരം നേപ്പാളിനുള്ളിലേക്ക് എന്തോരം സാധനങ്ങളുമായിട്ട് ലോറികൾ പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു മെയിൻ ബോർഡർ അല്ല ഭൂട്ടാനുമായിട്ടുള്ളത്, അത് വേറെയാണ്. ബംഗാളിൽ നിന്ന് കയറുന്ന ഒരു ബോർഡർ ഉണ്ട്, അതാ കൂടുതൽ തിരക്കുള്ളത്. ഭൂട്ടാനിൽ നിന്ന് ഇറങ്ങി ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു കയറി. ഹാത്തിസാറിൽ കയറി. ഹാത്തിസാറിന് ഈ സ്ഥലപ്പേര്. അപ്പോൾ നമ്മളിതേ ഇന്ത്യയിലേക്ക് കയറി. ഇന്ത്യയുടെ ഗേറ്റ് ഇച്ചിരി ഇപ്പറേ മാറ്റിയാണ് പണിതേക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി ഇന്ത്യയിൽ. ലോ ബഡ്ജറ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അതെ, ഇവിടെ ഇനി എൻട്രി ചെയ്യണം. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പം ഇവിടെ എൻട്രി ചെയ്താ പോയത്. ഇറങ്ങി വരുമ്പോഴും വേണമെന്ന് എനിക്ക് തോന്നട്ടെ, ഇവിടെ നിന്ന് ഒതുക്കി ചോദിക്കാം. അപ്പോൾ തിരിച്ച് ഇറങ്ങി നമ്മുടെ ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റിലും അവിടെ അല്ല, ഈ ഇപ്പുറത്ത് നമ്മൾ എൻട്രി ചെയ്ത് പോയടത്തും ID എല്ലാം കൊണ്ടൊക്കെ കാണിച്ച് ഇവിടുന്ന് എൻട്രി ചെയ്ത് വേണം പോകാൻ. ഇതെല്ലാം ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഇതൊക്കെ കാലിവണ്ടി കേട്ടോ, ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ലോഡ് എടുക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ ആള് വരുന്നുണ്ട്. പോട്ടെ, ആള് കയറാതെ എങ്ങനെയാ പോന്നേ? കയറും. ഇനി പോയേക്കാം. ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാം. താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ. നമുക്കാണെങ്കിൽ ഇന്നങ്ങ് രാത്രി ഓടിയാൽ നേരം വെളുക്കുമ്പം ബംഗാളിൽ കയറാം. രാത്രിയിൽ ഓടിക്കാനല്ലേ ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ളത്. എത്ര ഡ്രൈവർമാരാ ഉള്ളേ. നമുക്ക് കുറച്ച് വേണം, എങ്ങനെ ഓടിക്കാം, ഫുള്ള് ഓടിക്കാം, എങ്ങനെ വേണമല്ലോ ഓടിക്കാം. എനിക്ക് മാത്രമേ ഉള്ളൂ ക്ഷീണം, ബാക്കി ഇവർക്ക് 3 പേർക്ക് ക്ഷീണമില്ല. അതാണ്. കൊച്ചച്ച വന്നേ പിന്നെ മുത്ത് രാത്രി ഓടിച്ചിട്ടില്ല. നൈറ്റ് ഡ്യൂട്ടി എല്ലാം കൊച്ചായിക്ക് കൊടുത്തല്ലേ? അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓടിച്ചാടാം. അല്ല, ഇന്നലെ അധികം ഓടിയില്ല. മിനിഞ്ഞാന്ന് 4-ാം നാളുമാണ് രാത്രി നമ്മൾ കുറച്ച് ഓടിയുള്ളൂ. 2 ദിവസം ഓടിയുള്ളൂ. 2 മണി 2:30 വരെ. അല്ലെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോൾ ഒതുക്കല്ലേ. അതെ, നാട്ടിൽ നിന്ന് പോകുന്നതാ ഞങ്ങൾ ഒട്ടും ഉറങ്ങാതെ പോകുന്നത്. ഒട്ടും ഉറങ്ങില്ല, വെളുപ്പിനെ പോകുന്നതും അതിന്റെ അന്ന് രാത്രിയും അല്ലേ? അന്ന് രാത്രി ഉറങ്ങിയില്ല, സ്റ്റിക്കർ വർക്ക് തീരാഞ്ഞോണ്ടേ. അതൊന്ന് അല്ല, പിറ്റേ ദിവസം രാത്രി ഉറങ്ങില്ല. അന്ന് ഉറങ്ങിയില്ല. അച്ഛമ്മയും ദാംകുട്ടിയും മാത്രം ഉറങ്ങി. മനാസ് നദിയുടെ കൈവഴിയായത്. അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, മുണ്ടക്കയംകാരനാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, വണ്ടിക്കകത്ത് വെള്ളമൊക്കെ നിറച്ചു. പിന്നെ വണ്ടിക്കകത്തെല്ലാം കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് വാക്യൂം ക്ലീനറൊക്കെ വെച്ച് ഞങ്ങൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോരുത്തർ കയറി കുളിക്കുന്നു. മുത്തു കുളിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് വിളിക്കണ്ടേ? ഓരോരുത്തർക്ക് ഓരോ ജോലി കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മൊത്തം ചെളിയായിരുന്നു. അതെ, അതുകൊണ്ട് ഇവിടെ നല്ല സൗകര്യമുണ്ട്. എന്നാൽ പിന്നെ വണ്ടി ഒന്ന് കഴിയാക്കാന്ന് വെച്ചു, കുളിപ്പിച്ച് സുന്ദരക്കൂട്ടനാക്കാം. അതെ, പിന്നെ രാത്രി ആയതുകൊണ്ടേ ചെളി എല്ലായിടത്തും പോവുകയില്ല. എന്നാന്ന് വെച്ചാൽ എല്ലായിടത്തും ഒന്നും എത്തുകയില്ല മോളി വരെ. എന്നാലും ഉള്ള സൗകര്യത്തെ നമുക്ക് സെറ്റാക്കാം. അപ്പോഴേ നമ്മളിവിടെ വന്ന് വണ്ടിയൊക്കെ കഴുകി വണ്ടി വെള്ളമെല്ലാം നിറച്ച്. ഇത് ഫാദർ റോയ്, അതാണ് തെക്കേമലക്കാരനാണ്, മുണ്ടക്കയത്ത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ വിളിച്ചില്ലായിരുന്നു, അല്ല എങ്ങനെ അറിഞ്ഞു നമ്മളിതിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ വിളിച്ച. അതെ, പിന്നെ അതെ. അപ്പം അങ്ങനെ ഒന്ന് കാണാൻ പറ്റി. അപ്പം ഞങ്ങൾ കുറച്ച് കഴിയുമ്പം ഇവിടുന്ന് പോകാമെന്നും കൊണ്ടാണ് രാത്രിക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ഒരു സമയമാവും. ഏറ്റവും ഉള്ളൂ. അതെ, അങ്ങനെ ദാമക്കുട്ടിയാണെ ഉറങ്ങി. സമയം 9:30 ആയെന്ന് തോന്നുന്നു. 10:20 നമ്മൾ എത്ര നേരെ വന്നിട്ട് വണ്ടിയൊക്കെ കഴുകി കുളിപ്പിച്ച് കുറച്ച് സമയം. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം തല ഒരേപോലെ. ശരി, ആളെങ്കിലും കൂടി ഉണ്ട്, ഇത് അത്രയും കൂടി ഇല്ലെന്ന് തോന്നുന്നു. അല്ല, ഇതിപ്പോ നാട്ടിൽ നിന്ന് വന്നപ്പോ മുട്ട അടിച്ചിട്ട് പോകുന്നു.
ഇത് കഴിഞ്ഞ് പിന്നെ മുടിയൊന്നും പറ്റില്ലല്ലോ, നാട്ടിൽ നിന്ന് വന്നതല്ലേ. നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചെല്ലുമ്പോഴത്തേനും കാട് പോലെ കോലമാവും. ആ 2 ദിവസം കൂടുമ്പോൾ ചെയ്യണേ, അങ്ങനെ ചെയ്താൽ മതി. കുഴപ്പമില്ലായിരുന്നു. ആ ഭയങ്കര മഴയായിരുന്നു. മഴയായിരുന്നു രാവിലെ. പിന്നെ എന്നാ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, മഴയായിരുന്നോണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ഇനി ഇടയ്ക്ക് വരുമ്പോ കാണാം. നാട്ടിലേക്ക് വരുന്നുണ്ടോ? നാട്ടിലേക്ക് തീരുമാനമായിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ ഉണ്ട്. നാളെ പോകണം, നാളെ പോകും. അടുത്ത മാസമൊക്കെ അടുത്ത ദിവസം പ്രീ പ്ലാൻഡ് പരിപാടികളൊന്നുമില്ല. അപ്പൊ പിന്നെ ഇനിയും വരുമ്പോ കാണാം. അപ്പം വണ്ടിയൊക്കെ കഴി അവിടെ നേരെ ഇങ്ങ് പോന്നു. സിലിഗുരി 235 കിലോമീറ്റർ. അപ്പോൾ ഒരു മണിക്കൂർ ഓടിയാൽ ആസാം തീരും. അപ്പോഴേ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാനെന്നാ കിടക്കാം. എന്നാ പോയി കിടന്നോ, ഞാൻ എവിടെയും ഉറക്കം വരുമ്പോ സൈഡാക്കാം. ഉറക്കം വരാൻ നിൽക്കണ്ട, ഏറ്റവും അടുത്ത് കാണുന്ന പമ്പിന്റെ അവിടുത്തെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഒതുക്കുക, കിടന്നുറക്കാം. എന്നിട്ട് നമുക്ക് രാവിലെ പോവാം.